ആർക്കും ബോധ്യമാകുന്നതാണ്. ഒരു മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഈ ഓരിത്തരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല, ലതൻസീലു റബ്ബിൽ ആലമീൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അള്ളാഹു അവതരിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ധൈര്യമാണ് ആ വാചകത്തിൽ എന്ന് നിങ്ങൾ നോക്കുക. വഇൻ തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് പറയുന്നത്, എൻ്റെ വചനമല്ല. ഈ കിതാബിൻ്റെ അവതരണം റബ്ബുൽ ആലമീനിൽ നിന്നാണ്. ഇതിൽ സംശയിക്കേണ്ടതില്ല. സംശയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംശയിക്കാൻ വകയില്ല. ആരെങ്കിലും സംശയിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയിച്ചു കൊള്ളുക. വെല്ലുവിളിയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ലാ റൈബ ഫീഹി, ഒരു സംശയത്തിനും ഒരു കാലഘട്ടത്തിലും ഇതിൻ്റെ ആശയങ്ങളിലോ ഇതിൻ്റെ ഭാഷയിലോ ഇതിൻ്റെ ശൈലിയിലോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയിലോ സംശയിക്കേണ്ടതില്ലാത്ത വിധം, എതിർക്കപ്പെടാത്ത വിധം റബ്ബുൽ ആലമീൻ ഇറക്കി തന്നത് കൊണ്ട് നിങ്ങളത് സ്വീകരിക്കണമെന്നതാണ്. തൻസീലുൽ അസീസുർ റഹീം, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഖുർആനിനെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. റബ്ബുൽ ആലമീൻ ഇറക്കി തന്നതാണ്. തൻസീലുൽ അസീസുർ റഹീം, പ്രതാപശാലിയുടെ അവതരണമാണിത്. കാരുണ്യവാനായ അള്ളാഹു ഇറക്കി തന്നതാണ്. തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ അവതരണമാണത്. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, സർവകാര്യങ്ങൾക്കും സ്തുതിക്കപ്പെടാൻ അർഹമായ സർവജ്ഞനായ അള്ളാഹുവിങ്കൽ നിന്ന് ഇറക്കി തന്നതാണിത്. ഇത് സ്വയം പറഞ്ഞുകൊണ്ടാണ് തെറ്റുണ്ടാകുമെന്ന് ഭയപ്പെടാതെ, ഇതിൽ അപാകതയുണ്ടാകുമെന്ന് ഭയപ്പെടാതെ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു തത്വം, കൽപ്പനകൾ പിൽക്കാലത്ത് അനാവശ്യമായി വരുമെന്ന് ഭയപ്പെടാതെ, ഇത് ഖുർആൻ വിരോധിക്കുന്ന ഒരു വിരോധം ഏതെങ്കിലും ഒരു കാലത്ത് ആവശ്യമായി വരുമെന്ന് ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ പേരു ചേർത്തി അദ്ദേഹം പറയുന്നു, സംശയിക്കേണ്ടതില്ല. ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനമുള്ള, സംശയിക്കാനില്ലാത്ത ഒരു ഗ്രന്ഥമാണിത് എന്ന്. ഈ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഖുർആനിനെ ചരിത്രത്തിലെന്ന് അങ്ങോളം ഇങ്ങോളം ഇന്നുവരെ ഖുർആനിൻ്റെ വിധിവിലക്കുകൾ, ഖുർആൻ മനുഷ്യനോട് പറഞ്ഞ ഒരു വിധി, ഒരു കൽപ്പന, കൽപ്പിച്ച ഒരു കൽപ്പന, അത് ഈ രാജ്യത്തിന്, സമൂഹത്തിന്, കുടുംബജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ നാട്ടിൻ്റെ പുരോഗതിക്ക് തടസ്സമായ ഒരു കാര്യം ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ ലോകത്തെ വീക്ഷണശക്തികൾക്ക്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. കാരണം ലാ റൈബ ഫീഹി തൻസീലും മിനർ റഹ്മാനിർ റഹീം, സംശയമില്ലാത്ത റഹ്മാനുൻ റഹീമിൻ്റെ ആശയവും അവതരണവുമാണിത്. ഇതിൻ്റെ ഹലാലുകൾ, ഖുർആൻ പറഞ്ഞ കൽപ്പനകൾ, അത് നാട്ടിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായതാണ് ഖുർആൻ കൽപ്പിച്ചതെന്നോ, അല്ലെങ്കിൽ ഖുർആൻ വിരോധിച്ച ഒരു കാര്യം ഭക്ഷണങ്ങളിലാകട്ടെ ജീവിത രീതിയിലാവട്ടെ അത് നാട്ടിന് വേണ്ടിയിരുന്നു, ഉപകാരപ്രദമായിരുന്നു, പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ വിരോധിച്ചുവല്ലോ എന്ന് സങ്കടപ്പെടേണ്ട ഒരാവശ്യവും നമുക്കില്ല. ഖുർആൻ വിരോധിച്ച കാര്യം കാലം ചെല്ലും തോറും, നാഗരികത വളരും തോറും ആ വിരോധത്തിൻ്റെ ആ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ഖുർആൻ സാമ്പത്തിക രംഗത്ത് പലിശ വിരോധിച്ചു. പലിശ കൊണ്ട് ലോകം ഇന്ന് വീർപ്പുമുട്ടുകയാണ്. ഖുർആൻ മനുഷ്യബന്ധങ്ങളിൽ വ്യഭിചാരം വിരോധിച്ചു, മദ്യം വിരോധിച്ചു. ഈ മദ്യവും വ്യഭിചാരവും ഇന്ന് നാട്ടിനുണ്ടാക്കുന്ന ആപത്ത് ഖുർആനിൻ്റെ അനുയായികൾക്ക് മാത്രമല്ല, ആപത്ത് ചെറിയതൊന്നുമല്ല. ഖുർആൻ വൃത്തിയെപ്പറ്റി പറഞ്ഞു, ശുദ്ധിയെപ്പറ്റി പറഞ്ഞു. രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലിനമായ സമൂഹത്തിലുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി. ഇന്ന് മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തേക്കാൾ അധികം മരുന്നിന് വേണ്ടിയാണ് സർക്കാരുകളും വ്യക്തികളും പ്രജകളും ചെലവഴിക്കുന്നത് എന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിയത്. ഭക്ഷണകാര്യങ്ങളിൽ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി ഖുർആനിൻ്റെ നിരോധനങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്ന് ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അതെ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ, ഈ ഉത്ബോധനം നിങ്ങൾക്ക് നാമാണ് ഇറക്കി തന്നത്. വ ഇന്നാ ലഹു ലഹഫിളൂൻ, ഈ മുസഹഫിനെ സംരക്ഷിക്കുന്നത് പോലെ, ഈ അക്ഷരങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഈ ഉത്ബോധനത്തിൻ്റെ പ്രസക്തി
ഇതിൻ്റെ ആശയങ്ങളെ ഭൂമിയിൽ ഞാൻ തന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നല്ലതെന്തുണ്ടോ നമ്മുടെ ജീവിത രംഗത്ത്, നമ്മുടെ സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ഔദ്യോഗിക അനൗദ്യോഗിക രംഗത്ത്, കാർഷിക വ്യാവസായിക രംഗത്ത്, രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഏറ്റവും നല്ലത് എന്ന് ഒന്നുണ്ടോ ആ നല്ലതിലേക്ക് കൃത്യമായും വഴിതെളിയിക്കുന്നതാണ് ഖുർആൻ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. നല്ലത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ടെന്നും വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അഅ്തദ്നാ ലഹും അദാബൻ അലീമ. ആഖിറത്തിൽ വിശ്വസിക്കാതെ ഈ ഖുർആൻ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിൽ വിശ്വസിക്കാത്തവർക്ക് മാരകമായ ശിക്ഷയുണ്ടെന്നും താക്കീത് നൽകുന്നതും അത് മറ്റ് നന്മകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഇത്രമാത്രം ധൈര്യമായി ഒരു ജീവിതത്തെ അഭിമുഖീകരിക്കാൻ മനുഷ്യ സമുദായത്തോട് ധൈര്യപൂർവം ഭാവിയിൽ വരുന്ന നന്മ തിന്മകളുടെ ആധികാരികതയോടുകൂടി സംവദിക്കാൻ ലാ റൈബ ഫീഹി യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ലതിലേക്ക് വഴിതെളിയിക്കുന്ന, ഒരിക്കലും സംശയിക്കേണ്ടതില്ലാത്ത റബ്ബ് തമ്പുരാൻ നൽകിയതെന്നൊക്കെയുള്ള ഭാഷയിൽ സംവദിക്കാൻ കഴിഞ്ഞ മറ്റേത് ഗ്രന്ഥമാണ് ഈ ലോകത്തുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ലോകപ്രശസ്തരായ സാഹിത്യകാരന്മാര്, ലോകപ്രശസ്തരായ രാഷ്ട്രമീമാംസകര്, വിപ്ലവകാരികള്, സാമൂഹ്യ വിപ്ലവകാരികൾ, ചിന്താ ശക്തിയുള്ള ധിഷണാശാലികൾ ഒക്കെയുണ്ടല്ലോ ഗ്രന്ഥം എഴുതിയിട്ട്. ആ ഗ്രന്ഥത്തിനനുസരിച്ചൊരു പക്ഷേ താൽക്കാലികമായ ഒരു ചുറ്റുവട്ടത്തിൽ ഒരു വെളിച്ചം കണ്ടു എന്ന് വന്നേക്കാം. പക്ഷേ അതിൻ്റെ അപ്പുറം കാലാന്തരങ്ങളെ, വർഷങ്ങളെപ്പോലും അതിജീവിക്കാൻ ആ ഗ്രന്ഥങ്ങൾക്ക്, അതിൻ്റെ ഭാഷക്ക്, അതിൻ്റെ ശൈലിക്ക്, അതിൻ്റെ ആശയങ്ങൾക്ക്, അതിലുള്ള മെസ്സേജുകൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ 1400 കൊല്ലമായി ഖുർആൻ അതിൻ്റെ ഭാഷ അജയ്യമായി നിലനിൽക്കുകയാണ്. ആരുടെ മുമ്പിലും, ആധുനിക IT വിപ്ലവത്തിൻ്റെ മുമ്പിൽ അടക്കം ഒരു ഭാഷ എന്നുള്ള നിലക്ക് ഏറ്റവും മന്ദസായി നിലനിൽക്കുന്നു വിശുദ്ധ ഖുർആൻ. 1400 കൊല്ലമായി ഇത്രയധികം കാലഘട്ടങ്ങളെ, നാഗരികതകളെ അതിജീവിച്ച ഒരു ഭാഷയില്ല, ആശയങ്ങളില്ല, ഒരു തത്വശാസ്ത്രമില്ല. ലോകത്തിൻ്റെ ഓരോ മൈക്രോ സെക്കൻഡുകളിലും, ലോകത്ത് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മൈക്രോ സെക്കൻഡുകളിലും ഈ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഖുർആൻ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം ലോകത്ത് പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കപ്പെടുന്ന, അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം വേറൊരു ഗ്രന്ഥവുമില്ല. പക്ഷേ നാം ഈ ഗ്രന്ഥവുമായി എന്തു ബന്ധം എന്നാണ് ആലോചിക്കേണ്ടത്. ഈ ഗ്രന്ഥത്തിനോട് നമുക്കെന്തു ബന്ധം? വീട്ടിലെ അലമാരയിൽ പട്ടുരുമാലിൽ സൂക്ഷിച്ച ആ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു മുസഹഫ് എന്നതിൻ്റെ അപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഇതിനെന്തു ബന്ധമുണ്ട്? ഷോക്കേസിലെ ഒരു സുന്ദരമായ മുസഹഫിനപ്പുറം എന്ന് ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞു, ഇഖ്റ, വായിച്ചു പഠിക്കുക. ഒന്നാമതായി മനുഷ്യനോട് പറഞ്ഞത് അതാണ്. 23 കൊല്ലം കൊണ്ട് ഒരു സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും അവർ സാമൂഹ്യ നല്ല മനുഷ്യന്മാർ, സ്വഭാവവും വിശ്വാസവുമുള്ള മനുഷ്യന്മാർ, നല്ല കുടുംബജീവനം നയിക്കുന്നവർ, നല്ല വ്യാപാരികൾ, നല്ല വ്യവസായികൾ, നന്നായി ചിന്തിക്കുന്ന ആളുകൾ, നല്ല രാഷ്ട്രീയ ഉദ്ധാരണം നടത്തിയ ആളുകൾ, ഏറ്റവും നല്ല നാഗരികതയുടെ തുടക്കക്കാർ, ഏത് ഭൗതികമായ അർത്ഥത്തിലും ഏറ്റവും നല്ലതെന്ന് പറയാവുന്ന ഒരു സൂപ്പർലേറ്റീവ് സമൂഹത്തെ സൃഷ്ടിച്ചെടുത്ത ഈ ഖുർആൻ, അത് സൃഷ്ടിച്ചെടുത്തത് വായിക്കുക, പഠിക്കുക എന്നതുകൊണ്ടാണ്. അതാണ് QHLS ഉദ്ദേശിക്കുന്നത്. വായിക്കാനും, വായിപ്പിക്കാനും, പഠിക്കാനും, പഠിപ്പിക്കുവാനും. ഖുർആൻ മുഹമ്മദ് നബിയോട് പറഞ്ഞു, മനുഷ്യരോട് പറഞ്ഞു, മനുഷ്യരെ ഇഖ്റ, വായിക്കുക എന്ന്. എന്നാൽ വായിക്കാത്ത, കേൾക്കാൻ തയ്യാറില്ലാത്ത മറ്റൊരു വിഭാഗത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, വഖാലു ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ വായിക്കണ്ട, അങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒച്ചയുണ്ടാക്കി അവിടെ നിന്ന് പോകുക എന്ന്. നാം
ഇതിലേത് കൂട്ടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആൻ